ജിൻസ്, വയനാട്ടിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? വലിയ രീതിയിലുള്ള മഴ തുടരുന്നുണ്ടോ? ഒപ്പം തന്നെ രാവിലെ വയനാട് കൽപ്പറ്റ ബൈപ്പാസിലുള്ള ഒരു മണ്ണിടിച്ചിൽ പോലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? വയനാട്ടിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. രാവിലെ മുതൽ തന്നെ ഇന്നലെ രാത്രി മുതൽ വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. വയനാട്ടിൽ പ്രധാനമായും 8 ക്യാമ്പുകളാണ്, ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഇതിൽ 178 പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ അതീവ ജാഗ്രത പാലിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവരും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണെടുക്കലും മറ്റും ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഈ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ അഡ്വഞ്ചർ പാർക്കുകളും അതുപോലെ തന്നെ ട്രക്കിംഗ് പ്രവർത്തനങ്ങളും നിരസിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും വയനാട്ടിൽ നേരിയ തോതിലുള്ള വെള്ളക്കയറ്റവും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ നേരിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പല ഭാഗങ്ങളിലും ഈ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീടുകളിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ ഈ മരം കടപുഴകി വീഴുന്നത് തന്നെ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വയനാടിന്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള പാൽച്ചുരത്ത് ഇന്നലെ രാത്രിയിൽ വ്യാപകമായിട്ടുള്ള മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു ചെറിയ നാശനഷ്ടങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റുള്ള ആളഭയം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകാനാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ജിൻസ്, ചിലയിടങ്ങളിലൊക്കെ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിലൊക്കെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ടോ? അതായത് കൽപ്പറ്റയിലായിരുന്നു ഇത്തരത്തിലൊരു വ്യാപകമായിട്ടുള്ള മണ്ണിടിച്ചിൽ കാരണം വലിയ ജലപ്രവാഹം ഉണ്ടായിരുന്നത്. ഇതോടുകൂടെ കല്ലും അതുപോലെ തന്നെ വലിയ പാറകളടക്കം റോഡിലേക്ക് വരികയും ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് കൽപ്പറ്റയിൽ നിന്നും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഈ സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും റോഡ് ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു. ഏറെ മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലായിരുന്നു ഇത്തരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പോലീസിനും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും കഴിഞ്ഞത്. എന്തായാലും നിലവിൽ ഇവിടെ ഈ കൽപ്പറ്റ ബൈപ്പാസിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സമീപത്തെ കോയിൽ നിന്നും മണ്ണിടിഞ്ഞ് വീണതാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ജലപ്രവാഹവും ഉണ്ടായി എന്നുള്ളതാണ് അധികൃതർ നമ്മോട് പറഞ്ഞത്. എന്തായാലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഒരു ജാഗ്രത നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. വയനാട്ടിലെ സാഹചര്യമാണ് ജിൻസ് നൽകിയത്. ഇപ്പോൾ മഴ തുടരുകയാണ്. വയനാട് കൽപ്പറ്റ ബൈപ്പാസിലെ റോഡിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. 1-ാം വളവിന് സമീപം രാത്രി 3 മണിക്കായിരുന്നു മണ്ണിടിച്ചിലുണ്ടായത്. ബൈപ്പാസിന് മുകളിൽ ചെറിയ കുന്നിൻ പ്രദേശമാണ്. അവിടേക്ക് കനത്ത മഴയെ തുടർന്ന് പ്രദേശത്തെ വെള്ളക്കെട്ടിൽ വെള്ളം നിറഞ്ഞ് താഴേക്ക് കുത്തിയൊലിച്ചതാണ് ഇതിന് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് കരുതുന്നത്. നീർച്ചാലിലൂടെ ചെളിയും കല്ലും അടക്കം റോഡിലേക്ക് കുത്തിയൊലിച്ചിറങ്ങുകയായിരുന്നു. തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് അധികൃതരെത്തി എല്ലാം പഴയ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ജിൻസാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.